രോഹിത് ചേട്ടാ, ഒരു രണ്ടാഴ്ച മുൻപ് വരെ UDF ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം, ഒരു ഒരുമ, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുതൽ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ആ സമയം മുതൽ ഇടതുപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യമാണ്, കുഴപ്പമില്ല, അവരിനി കുറച്ച് ദിവസവും കൂടെ കഴിയുമ്പോൾ തമ്മിത്തല്ലി അങ്ങ് തീർന്നോളും എല്ലാവരും കൂടി എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഇതിനെ ശക്തമായി പ്രതിരോധിക്കുകയായിരുന്നു ഈ പറഞ്ഞ UDF എല്ലാവരും തന്നെ, കോൺഗ്രസ്സുകാരെല്ലാവരും തന്നെ. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനുള്ള കാലതാമസം, അതുപോലെ തന്നെ സീറ്റിന് വേണ്ടിയിട്ടുള്ള അടി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു, പലരും പാർട്ടി വിടുന്നു, BJP നേതാക്കളെ കാണുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നു. ശരിക്കും പറഞ്ഞാൽ CPM-കാരൊക്കെ ആരോപിച്ചതുപോലെ തമ്മിലടി രൂക്ഷമാണ്. അപ്പോൾ വീണ്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ പരാജയത്തിലേക്ക് നയിക്കുകയാണോ ഈ പ്രവർത്തകരെല്ലാം ചേർന്ന്? നോക്കൂ, ഇത് പാർട്ടി കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന കോൺഗ്രസ്സാണ്. സ്വാഭാവികമായും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ നോക്കൂ, ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷന് മത്സരിക്കുക എന്നത് അവരുടെ എല്ലാം മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരിക്കും. ഇവിടെ നേതാക്കന്മാർക്ക് പഞ്ഞമൊന്നുമില്ല. സ്വയം നേതാവ് ചമയുന്നവരാകട്ടെ, ജനങ്ങൾ നേതാക്കന്മാരാക്കിയവരാകട്ടെ, നേതാക്കന്മാർക്ക് പഞ്ഞമില്ലാത്ത ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളെ കേരളത്തിലുള്ളൂ, 20 ലോക്സഭാ മണ്ഡലങ്ങളെ കേരളത്തിലുള്ളൂ. ഇതിൽ തന്നെ ഘടകകക്ഷികൾക്കെല്ലാം സീറ്റ് വിട്ടുകൊടുക്കണം. ബാക്കി വരുന്ന മണ്ഡലങ്ങളിലേക്ക് വേണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ. 70,000-ഓ 80,000-ഓ 90,000-ഓ ഒക്കെ വരുന്ന പാർട്ടി നേതാക്കന്മാരിൽ നിന്ന് വേണം ഈ 70-ഓ 75-ഓ പേരെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കാൻ. പല ഘടകങ്ങൾ ചർച്ചയാകും. കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ അങ്ങോട്ട് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ പാർട്ടി സെക്രട്ടറി കയറിയിരുന്ന് പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ടുകടലാസ് എടുത്ത് കൊലപാതക കേസിലെ പ്രതിയെയും ഭരണഘടനയെ വിമർശിച്ച കേസിലെ പ്രതിയെയും ആരോപണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നവരെയും ഒക്കെ സ്ഥാനാർത്ഥികളായി, സ്വന്തം ഭാര്യയെയും ഒക്കെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാൻ ഇത് CPM-ഓ CPI-യോ ഒന്നുമല്ലെന്നേ. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സ്വാഭാവികമായും ഇവിടെ നേതാക്കന്മാരുണ്ട്. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കത്തെ മുൻകാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന തർക്കവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള തർക്കം ഒരു തർക്കമേ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പൂർണ്ണമായി പുറത്തു വരുമ്പോൾ അതിനു മുമ്പ് ലഭിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. ഇപ്പൊ തന്നെ നോക്കൂ, 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നമുക്കറിയാത്ത എത്രയോ നേതാക്കന്മാരുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നു. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നമുക്കറിയാത്ത പല നിയമസഭാ മണ്ഡലങ്ങളുടെയും പേരുകൾ കേൾക്കുന്നില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്വാഭാവികമായും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. നല്ലത് തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. ഒരു 100 പേരെ നിർത്തി ഇതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 10-ഓ 20-ഓ നല്ലതിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. ആ നല്ലതിൽ നിന്ന് ഏറ്റവും മികച്ചതിനെ വേണം തിരഞ്ഞെടുക്കാൻ. അതിന് പല ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. വലിയ തർക്കങ്ങളോ വിതർക്കങ്ങളോ ഒന്നുമില്ലാത്ത മണ്ഡലങ്ങളിലൊക്കെ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി CPM-ന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അവര് ഏകാധിപതികളെ പോലെ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി. ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് മുന്നേ തന്നെ എത്രയോ CPM-ന്റെ പ്രബലന്മാർ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് വിട പറഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസിലേക്ക് പോയവർ, കോൺഗ്രസ് അനുഭാവികളായവർ, BJP-യിലേക്ക് പോയവർ. മുകുന്ദൻ MLA ഒക്കെ ഇപ്പൊ BJP-യുടെ സ്ഥാനാർത്ഥിയാണെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരം സാഹചര്യങ്ങൾ കോൺഗ്രസിനുണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അവിടെയും ഇവിടെയൊക്കെ 1-2 DCC സെക്രട്ടറിമാരൊക്കെ പോയി. ഇപ്പോൾ DCC സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ 10-ഓ 20-ഓ 30-ഓ 40-ഓ സെക്രട്ടറിമാരിൽ ഒരാളാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, സീറ്റ് ആഗ്രഹിക്കുക എന്നത് ഒരു തെറ്റല്ല. പക്ഷേ സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ ഇന്നലെ വരെ തന്നെ വളർത്തിയ തനിക്ക് പേരും പെരുമയും പ്രശസ്തിയും അന്നവും തന്ന പാർട്ടിയെ വിട്ടു പോവുക എന്ന് പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ് എന്നുള്ളത്. അത് ഏത് പാർട്ടിയിൽ നിന്ന് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഈ പോയവരൊക്കെ ഇത് അർഹിക്കുന്നവരാണ്. നമുക്ക് ഇവിടെ ഇപ്പുറത്തേക്ക് നമുക്ക് മാറി ചിന്തിക്കാം. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഐഷ പോറ്റി MLA ആ പ്രസ്ഥാനം വിട്ടു പോകുമ്പോൾ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അവരെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആക്കുമ്പോൾ, അവിടുത്തെ MLA കാൻഡിഡേറ്റ് ആക്കുമ്പോൾ അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേരോട്ടം ഉണ്ടായിരുന്നില്ല. UDF കോട്ടയായിരുന്നു കൊട്ടാരക്കര. 15 വർഷക്കാലം കൊണ്ട് 52,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് ജയിച്ചു വരാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു പ്രസ്ഥാനത്തിന് ഊടും പാവും നെയ്യാനുള്ള നേതൃത്വം, അതിന്റെ മുഖമായി മാറാൻ സാധിച്ച ആളാണ് ഐഷ പോറ്റി. കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ പാർട്ടി അവരെ അവഗണിച്ചതിന്റെ പരിണിത ഫലമാണ് അവരുടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തിന് മേൽ വെല്ലുവിളി വെട്ടിയാൽ
ഇപ്പൊ കെ സുധാകരന് പോലും പ്രസ്ഥാനത്തിൽ നിന്നും മാറാൻ ചിന്തിക്കേണ്ടി വന്നത് ആത്മാഭിമാനത്തിന് മേൽ വെല്ലുവിളി വെട്ടിയതുകൊണ്ടാണ്. പക്ഷെ അത് പാർട്ടി മനസ്സിലാക്കി, പ്രസ്ഥാനം മനസ്സിലാക്കി എന്നുള്ളതാണ്. ഐഷ പോറ്റിയോട് മാന്യമായ ഒന്ന് നേതൃത്വത്തിന് സംസാരിക്കാനെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ. ഐഷ പോറ്റി മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ നമ്മുടെ ധനമന്ത്രിയോടും ഒക്കെ നേരിട്ട് സംസാരിച്ചിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടിയിൽ ഉണ്ടെന്ന്. പക്ഷെ അപ്പോൾ പോലും ഒരു പൂർണ്ണ സെന്റൻസിൽ ഉത്തരം പറയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന നിലപാടായിരുന്നു. ഇനി കൊട്ടാരക്കരയിൽ തന്നെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആർ രശ്മിയെ സംബന്ധിച്ചിടത്തോളം, ആർ രശ്മി മറ്റൊരു ദേശീയ പ്രസ്ഥാനത്തിലേക്ക് നടന്നു പോയതിനെ പൂർണ്ണമായി ഞാൻ തള്ളിക്കളയില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അവരോട് മത്സരിച്ചതാണ്. 52,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാക്കി വെച്ചിരുന്ന ഐഷ പോറ്റിയിൽ നിന്ന് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് അടുത്ത CPM സ്ഥാനാർത്ഥിയെ താഴേക്ക് കൊണ്ടുവരാൻ കാരണക്കാരിയായ ആളാണ് ആർ രശ്മി. പക്ഷെ ആർ രശ്മി മനസ്സിലാക്കേണ്ടിയിരുന്നത് നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സൗഭാഗ്യങ്ങളെല്ലാം വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമുള്ളതുകൊണ്ടാണ്. എങ്കിൽ പോലും പുതിയൊരാൾ വന്നപ്പോൾ തന്നെ അവഗണിച്ചു എന്ന തോന്നലിലാണ് അവർ BJPയിലേക്ക് പോയത്. അത് പോയിക്കോട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റിടങ്ങളിൽ സംഭവിക്കുന്നത് അങ്ങനെയാണോ? മറ്റിടങ്ങളിൽ സംഭവിക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഇപ്പോ MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അവരൊരു പക്ഷേ MV ഗോവിന്ദൻ മാഷ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുന്നേ ഇവരുമായുള്ള വിവാഹത്തിന് മുന്നേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളൊക്കെ ആയിരിക്കും. പക്ഷെ ചിന്തിക്കണ്ടേ, ഭർത്താവ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഭാര്യ മത്സരിക്കുമ്പോൾ അണികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി അവർ ചിന്തിക്കണമായിരുന്നു, വേണ്ടേ? ഷംസീറിനെ പോലെ നോക്കൂ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ യുവനിരയിൽ ഉണ്ടായിരുന്ന, ഇപ്പൊ യുവനിര അല്ലെങ്കിൽ പോലും ഷംസീറിന്റെ പക്വമായ നിലപാടുകൾ കഴിഞ്ഞ 5 വർഷക്കാലവും നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു നേതാവിനെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ ചിന്തിക്കേണ്ടേ? KK ശൈലജയെ മണ്ഡലം മാറ്റി മത്സരിപ്പിക്കുമ്പോൾ ചിന്തിക്കേണ്ടേ? ഇത്തരം സാഹചര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ടേ? അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ആ പ്രസ്ഥാനത്തെ വിട്ടുപോകാനുള്ള പുറത്ത് ഒരു പ്രശ്നം ഇരിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരൊന്നും മിണ്ടാതിരിക്കുന്നത്. മനസ്സിൽ ദുഃഖമുണ്ടാകില്ലേ? ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. നമുക്ക് എത്രയോ ഇപ്പോൾ PM ഷോ കാര്യം എന്ത് പറഞ്ഞാലും മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും അയാൾ പ്രസ്ഥാനത്തിന് വേണ്ടി കുറെ കഷ്ടപ്പെട്ട ആളല്ലേ. ഒരു സീറ്റിൽ പേരെങ്കിലും പരിഗണിച്ചു കേട്ടോ. ഇപ്പൊ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പുളകിതരാകാൻ പല ചാനലുകാരും പലയിടങ്ങളിലും പേരെങ്കിലും ഉയർത്തിക്കാട്ടി. PM ഷോയുടെ പേര് എവിടെയെങ്കിലും കേട്ടോ? ഇല്ല. ചിന്താജറോ എവിടെയെങ്കിലും കേട്ടോ? എന്തിനു പറയുന്നു? ജേക്സി തോമസ് എത്ര തവണ പാർട്ടിക്ക് വേണ്ടി ബലിയാടായ ആളാണ് പുതുപ്പള്ളിയിൽ. അയാളുടെ പേര്, അയാൾക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലം കൊടുക്കേണ്ടതല്ലേ? ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട ഒരു നേതാവാണ്. പലപ്പോഴും ഞാൻ കളിയാക്കിയിട്ടുണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ വീഡിയോകളിൽ. ട്രോളുകളാണ് അദ്ദേഹത്തിനെതിരെ. പക്ഷേ അദ്ദേഹത്തിന് നമുക്ക് ഞാൻ സിമ്പിളായി പറയട്ടെ, ഡോക്ടർ P. സരിന് പാലക്കാട് സീറ്റ് കൊടുത്തില്ല എന്നൊരു ആക്ഷേപം നിൽക്കുന്നു. NMR മുതലാളിയാണ് അവിടെ മത്സരിക്കുന്നത്. ഈ പറയപ്പെടുന്ന ജേക്സി തോമസ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖമല്ലേ? അദ്ദേഹത്തിന് പാലക്കാട് സീറ്റ് കൊടുത്തുകൂടെ? കൊടുക്കാമായിരുന്നു. 3-ാം സ്ഥാനത്ത് പോകുന്ന സീറ്റാണെങ്കിൽ പോലും ഒരു കറതീർന്ന സഖാവ് എന്ന നിലയിൽ ഒരു പോരാട്ടത്തിന്റെ മുഖമുണ്ടാക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നില്ലേ? ഈ NMR മുതലാളിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് CPM എന്താണ് വിചാരിക്കുന്നത്? ശോഭാ സുരേന്ദ്രന് നിയമസഭയിലേക്കുള്ള ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുകയാണ് അവര്. എനിക്ക് മനസ്സിലാകുന്നില്ല ആ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊന്നും. നോക്കൂ, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന എത്രയോ മണ്ഡലങ്ങളുണ്ട്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാവർക്കും കോൺഗ്രസിന്റെ മെക്കിട്ട് കയറുകയാണ്. കോൺഗ്രസ് പൂർണ്ണമായി ഇപ്പൊ എല്ലാവരും ചോദിക്കും, ഇത്ര ദിവസം മാത്രമല്ലേ പ്രചരണം? മതി. അത്രയും ദിവസത്തെ പ്രചരണം കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ് അവതരിപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം ഇന്നും കോൺഗ്രസ് അണികളിലുണ്ട് എന്നുള്ളതാണ്. അതെ, ഇപ്പൊ എനിക്കൊന്ന് പുറത്തുവിട്ട ലിസ്റ്റിലുള്ള എല്ലാവരും തന്നെ സജീവമായി മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഇപ്പോൾ പ്രഖ്യാപനത്തിന് ശേഷം പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യം ഇവിടെ വരുന്നില്ല. എനിക്ക് ഈ ലിസ്റ്റിൽ എതിർപ്പുള്ള കുറെ സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായുണ്ട്. ഒന്ന് രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വം ചിറയൻകീഴിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് സീറ്റ് കൊടുക്കാമായിരുന്നു എന്ന്, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്നെങ്കിലും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. പാലക്കാട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ അവർ MP ആകുന്നു, അടുത്ത തവണ വീണ്ടും സീറ്റ് കൊടുക്കുന്നു, മത്സരിച്ച് പരാജയപ്പെടുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ K. രാധാകൃഷ്ണന്റെ സീറ്റ് അവർ വീണ്ടും മത്സരിക്കുന്നു, അവിടെയും പരാജയപ്പെടുന്നു. ഒരു 5 വർഷക്കാലം ഇവർക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. 2 തൃക്കാക്കരയിലെ ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വം, ഉമാ തോമസിന് ആദ്യം സ്ഥാനാർത്ഥിത്വം കൊടുത്തപ്പോൾ ഉമാ തോമസിന് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. കാരണം അന്ന് PT തോമസിന്റെ ഭാര്യയായിരുന്നു, സ്വാഭാവികമായും അവർക്കത് അർഹയായിരുന്നു, അവരത് കൊടുത്തു. അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ആ മണ്ഡലത്തിന്റെ വികസനത്തിൽ അവർ എന്തുമാത്രം നോക്കിയിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെയും ആരും കേൾക്കാത്ത വല്ലരെയും കൊണ്ടുവന്ന് CPM സ്ഥാനാർത്ഥിയാക്കുന്നു. NDA ആണെങ്കിൽ അഖിൽമാരാരെ പോലെയുള്ള ഒരാളെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. ആ സാഹചര്യമുണ്ട്. ഉമാ തോമസിന്റെ വിജയം സുനിശ്ചിതമാണ്, ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ PT തോമസിന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം വീണ്ടും സീറ്റ് കൊടുക്കുക എന്നത് PT തോമസിന്റെ ആത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും മോശം പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഷിയാസിനെ പോലെയൊക്കെ ഉള്ളവർക്ക് അവിടെ സീറ്റ് കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്.
അത്തരത്തിൽ എതിർപ്പുളവാക്കുന്ന ഒരുപാട് സീറ്റ് ഈ പറയപ്പെടുന്ന സീറ്റ് ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ വിജയിച്ചു വരിക എന്നത് മാത്രമാണ്. ഒരു പരീക്ഷണത്തിന് അവർ തയ്യാറെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ജി സുധാകരനൊക്കെ പിണങ്ങി തിരിച്ചു വരുമ്പോഴും അവർക്കൊക്കെ പിന്തുണ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇതൊന്നും ആരെയും ബാധിക്കില്ല എന്നത് ഉറപ്പാണ്. BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം നടത്തും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഒരു 3 മുതൽ 5 സീറ്റുകൾ വരെ BJPക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഉൾപാർട്ടി ജനാധിപത്യം വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണെന്നേ. അവിടെയും വെട്ടിനിരത്തലുകളുണ്ട്. അതിന് വിശദവിവരങ്ങളിലേക്കൊക്കെ പിന്നെ വരാം. ആരും വാതിറൊന്നും പിന്നോട്ട് വരാത്തതാണ്. വിരുന്ന് വന്നവരെല്ലാം വീട്ടുകാരാകുന്ന സാഹചര്യം BJPയിലും ഇന്ത്യയിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു സ്ഥാനാർത്ഥി ലിസ്റ്റും അവതരിപ്പിച്ചുകൊണ്ട് അവർ വീണ്ടും സജീവമായാൽ 10 ദിവസം മതിയെന്നേ ജനങ്ങൾക്ക് അവരെ ഏറ്റെടുക്കാൻ. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. അത് ഒരുങ്ങുക തന്നെ ചെയ്യും.